ഹായ് ഹലോ, അച്ചൂസ് വ്ലോഗ്സ് ആൻഡ് ഹെൽത്ത് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സ്മാർട്ട് ഫോൺ വരുത്തി വെച്ചതിന് വായ്പ എടുത്തൊരു ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയിട്ട് അത് ശരിക്കും ഉപയോഗിക്കാൻ പറ്റാതെ ഒരു യുവതി കൊല്ലപ്പെട്ടിരിക്കുന്നു. ആഗ്രഹം കൊണ്ട് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങി സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ശ്രീഷ്മ എന്ന യുവതിയാണ് സ്മാർട്ട് ഫോൺ വാങ്ങി ഉപയോഗിക്കാൻ പറ്റാതെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. വായ്പ എടുത്ത് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങി. ഈ സ്മാർട്ട് ഫോണിനെ ചൊല്ലി ഡെയിലി ഭാര്യയും ഭർത്താവും വീട്ടിൽ തർക്കവും വഴക്കും ബഹളവുമായിരുന്നു. തർക്കം മൂത്ത് വന്നപ്പോൾ യുവതിയുടെ ഭർത്താവ് അടുക്കളയിൽ നിന്ന് ഒരു വെട്ടകത്തി എടുത്തുകൊണ്ടുവന്ന് ശ്രീഷ്മയെ വെട്ടി. ജനുവരി 29 തൃശ്ശൂർ മാള എന്ന സ്ഥലത്താണ് സംഭവം നടന്നത്. അയാൾ പണിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. ഇവർക്ക് 4 മക്കളാണുള്ളത്. ശ്രീഷ്മയുടെ ഒറ്റ വരുമാനത്തിലാണ് ആ വീട് കഴിയുന്നത്. വായ്പയെടുത്ത് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങി. ഇത് വാസന് സംശയമുണ്ടാക്കി. ഇതിനെ ചൊല്ലി ദിവസവും വീട്ടിൽ തർക്കവും വഴക്കുമാണ്. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം തർക്കം മൂത്തപ്പോൾ വാസന്റെ ഭാര്യയായ ശ്രീഷ്മയെ അടുക്കളയിൽ നിന്ന് വെട്ടുകത്തി എടുത്തു കൊണ്ടുവന്ന് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. രക്തത്തിൽ മുങ്ങിക്കിടക്കുന്ന അമ്മയെ കണ്ട് മക്കൾ ഭയന്ന് അവിടെ നിന്ന് ഇറങ്ങിയോടി തൊട്ട് അടുത്തുള്ള ഒരു റേഷൻ കടയിലേക്ക് ഓടിക്കയറി വിവരമറിയിച്ചു. തുടർന്ന് നാട്ടുകാർ ശ്രീഷ്മയെ ഇതിനിടെ വാസൻ അവിടെ നിന്ന് മുങ്ങുകയും ചെയ്തു. ശ്രീഷ്മയ്ക്ക് കൈക്കും കാലിനും നല്ല പരുക്ക് തന്നെ ഉണ്ടായിരുന്നു. വെറുമൊരു സംശയത്തിൻ്റെ പേരിലാണ് ഇയാൾ ഇത്രയും കാട്ടിക്കൂട്ടിയത്. പണിക്ക് പോകാതെ ചുമ്മാതിരുന്ന് തിന്നുന്ന ചിലർക്ക് എല്ലിൻ്റെ ഇടയിൽ കുത്തുവെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെ വാസന സംഭവിച്ചത്. ഇയാൾ പണിക്കൊന്നും പോകാതെ മക്കളെയും നോക്കാതെ വീടും നോക്കാതെ വീട്ടിൽ ചുമ്മാ കുത്തിയിരിപ്പ് തന്നെയാണ്. ശ്രീഷ്മ രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് വരികയും ചെയ്യും. ശ്രീഷ്മയുടെ ഒറ്റ വരുമാനത്തിലാണ് ആ വീട് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഇത്രയും നാളും ശ്രീഷ്മ ജോലിക്ക് പോയി മക്കളെയും അയാളെയൊക്കെ സംരക്ഷിച്ചതിന് അയാൾ കൊടുത്ത ഒരു മറുപടി ഇതായിരുന്നു. സംഭവത്തിന് ശേഷം ശ്രീഷ്മ ആശുപത്രിയിൽ തന്നെ തുടരുകയായിരുന്നു. ഫെബ്രുവരി 17, അതായത് ഇന്ന് വെളുപ്പിന് 3:30 ശ്രീഷ്മ കൊല്ലപ്പെട്ടത്. വേലയ്ക്കും കൂലിക്കും പോവാത്ത ഇവനെപ്പോലെ ഉള്ളവന്മാരെ തീറ്റിപ്പോറ്റുന്ന പെണ്ണുങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ. എന്തിന് വേലയ്ക്കും കൂലിക്കും പോവാത്ത ഇയാളെ പോലെ ഉള്ളവരെ വീട്ടിൽ നിർത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ താലി കെട്ടിയ ഭർത്താവ് എന്ന് പറയുന്ന എന്നും പെണ്ണിന് സംരക്ഷകനാവേണ്ടവനാണ്. എന്നിട്ട് പോലും ശ്രീഷ്മ അയാളെ പണിക്ക് പോവാതെ വീട്ടിൽ നിന്നിട്ട് പോലും ശ്രീഷ്മ അയാളെ ഉപേക്ഷിച്ചില്ല. തൻ്റെ മക്കളെ ഓർത്ത് എല്ലാം സഹിച്ച് അവൾ ജോലിക്ക് പോയി അയാൾക്കും ആ മക്കൾക്കും ഉള്ളതെല്ലാം ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് കൊതി കൊണ്ടൊരു സ്മാർട്ട് ഫോൺ വാങ്ങി അത് ഉപയോഗിക്കാൻ പറ്റാതെ പാവപ്പെട്ട ആ പെൺകുട്ടി മരണപ്പെടുകയും ചെയ്തു. പണിക്ക് പോകാത്ത ഇയാൾ ഇനി എങ്ങനെ ആ കുഞ്ഞുങ്ങളെ നോക്കും? പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കാര്യമാണ് വല്ലാത്ത കഷ്ടമായി പോയത്. ഇനി അവരെ ആര് സംരക്ഷിക്കുമെന്നൊന്നും നമുക്കറിയില്ല. ഇയാളെയൊക്കെ പോലെ ഉള്ളവന്മാരാണ് നാടിൻ്റെ ശാപമെന്ന് പറയുന്നത്. കല്യാണം കഴിച്ച് പെണ്ണുങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ വെറുതെ എന്തിനാണ് ആവശ്യമില്ലാതെ കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നത്? ഇയാളെപ്പോലെ ഉള്ളവരാണ് നാടിൻ്റെ ശാപമെന്ന് പറയുന്നത്. ഇയാളെപ്പോലെ ഉള്ളവന്മാരെയൊക്കെ നേരത്തെ അടിച്ച് പണിക്ക് വിടേണ്ടതായിരുന്നു. ശ്രീഷ്മ ചെയ്ത തെറ്റേ അതാണ്. ജോലിക്ക് പോകാതെ വീട്ടിൽ കിട്ടിയടിച്ചിരുന്നപ്പോഴത്തേക്കും അയാളെ പണിക്ക് പറഞ്ഞു വിടണമായിരുന്നു. ഇതിപ്പോൾ ശ്രീഷ്മയ്ക്ക് ജോലി ഉള്ളതുകൊണ്ട് ശ്രീഷ്മ ജോലിക്ക് പോയി കുടുംബം പോറ്റിക്കൊണ്ടിരുന്നു. അയാൾ സുഖിച്ച് വീട്ടിൽ ഇരുന്ന് തിന്ന് എല്ലിൻ്റെ ഇടയിൽ കയറിയപ്പോഴാണ് അയാൾക്ക് പല സംശയങ്ങളും ഉണ്ടായി അവസാനം ആ പാവപ്പെട്ട പെണ്ണിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. വാസനെ പോലെ ഉള്ള പല ആൾക്കാരും ഇന്ന് ലോകത്തുണ്ടാവാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഓരോ ന്യൂസ് കേൾക്കുന്നുണ്ട്. മിക്ക ദിവസങ്ങൾ ഡെയിലി നമുക്ക് ഓരോ ന്യൂസുകളാണ് വരുന്നത്. ഈ വാസനെ പോലെ ഉള്ളവന്മാർ ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരെ സംരക്ഷിക്കാതെ അടിച്ച് ഓട്ടിക്കുക തന്നെ വേണം. പണിക്ക് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ നിർത്തി ഭാര്യമാർ ജോലി ചെയ്ത് കൊടുക്കാതിരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയും ഇതേപോലെയുള്ള വാസന്മാർ ഉണ്ടാവുകയും ചെയ്യും. ശ്രീഷ്മയെ പോലെ പല പെൺകുട്ടികൾ ഇനിയും കൊല്ലപ്പെടുക തന്നെ ചെയ്യും. പെണ്ണിന് സംരക്ഷകനാകേണ്ടവൻ, പെണ്ണിനെ സംരക്ഷിക്കേണ്ടവൻ
പെണ്ണിന് താങ്ങും തണലുമായി നിൽക്കേണ്ടവനാണ് ഭർത്താവ് എന്ന് പറയുന്നത്. കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എന്നെ കമൻസിലൂടെ അറിയിക്കുക.